ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് +2 NCERT ടെസ്റ്റിലെ 6th ചാപ്റ്ററാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എലമെൻറ്റ്സിൻ്റെ എക്സ്ട്രാക്ഷനെ കുറിച്ചാണ്. എലമെൻറ്റ്സിനെ എങ്ങനെ എർത്തിൽ നിന്നും മൈൻ ചെയ്ത് അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാമെന്നും ബാക്കിയുള്ള കെമിക്കൽ ടെക്നിക്സും ഫിസിക്കൽ പ്രോസസ്സുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. Elements may occur either in the free state or in the combined form. The minerals are naturally occurring chemical substances in the earth crust and are obtained by mining. എലമെൻറ്റ്സ് നേച്ചറിൽ കാണപ്പെടുന്നത് ഒന്നുകിൽ ഫ്രീ സ്റ്റേറ്റിലായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും എലമെൻറ്റ്സ് ആയിട്ട് കമ്പൈൻഡ് ചെയ്തായിരിക്കും. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം മിനറൽസ്. Minerals are naturally occurring chemical substance in the earth crust and are obtained by mining. എന്താണ് മിനറൽ? ഒരു എലമെൻറ്റ് ഏത് ഫോർമാറ്റിലാണോ നേച്ചറിൽ ഒക്കർ ചെയ്യുന്നത് ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മിനറൽ. അടുത്ത ടേമാണ് ഓർ. ഓർ എന്ന് വെച്ചാൽ ഓർസ് ആർ നാച്ചുറലി ഒക്കറിങ് മിനറൽസ് from which metals can be extracted easily and economically. അടുത്ത ടേമാണ് ഓർ. ഫോർ എക്സാമ്പിൾ അയണിൻ്റെ എക്സ്ട്രാക്ഷൻ നോക്കുമ്പോൾ അയണിൻ്റെ ഡിഫറൻറ്റ് കോമ്പൗണ്ട്സ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എർത്തിൽ കണ്ട കോമ്പൗണ്ട് ഹേമറ്റൈറ്റ് എന്ന കോമ്പൗണ്ട് ഉണ്ട്, മാഗ്നറ്റൈറ്റ് എന്ന കോമ്പൗണ്ട് കാണാം, പിന്നെ സിഡറൈറ്റ് ഉണ്ട്, അയൺ പൈറൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കോമ്പൗണ്ട്സ് അയണിനുണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് കോമ്പൗണ്ട്സ് നാച്ചുറലായിട്ട് എർത്തിൽ ഒക്കർ ചെയ്യുന്നു. ആ മിനറൽസിൽ നിന്നും ഒന്നോ രണ്ടോ മിനറൽസ് ഈസി ആയിട്ടും എക്കണോമിക്കലി ആയിട്ടും അയൺ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ആയിട്ട് എടുക്കുന്നു. ആ ടൈപ്പ് മിനറലിനെ വിളിക്കുന്ന പേരാണ് ഓർസ്. ഒരുപാട് മിനറൽസ് ഉണ്ടാകും, അതിൽ നിന്നും സെലക്ട് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന മിനറൽസാണ് ഓർ. അപ്പോൾ ഓർസ് എല്ലാം മിനറൽസ് ആണ്, അതായത് ഓർസ് എല്ലാം മിനറൽസ് ആയിരിക്കും, എന്നാൽ മിനറൽസ് എല്ലാം ഓർസ് ആയിരിക്കത്തില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, അത് നോട്ട് ചെയ്തോണം. അടുത്ത പുതിയ ടേമാണ് മെറ്റലർജി. The all scientific and technological steps involved in the extraction of a metal from its ore is called metallurgy. അതായത് ഒരു ഓറിൽ നിന്നും ഒരു എലമെൻറ്റിനെ എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതിനു വേണ്ട സയൻറ്റിഫിക് ആയിട്ടുള്ളതും ടെക്നോളജിക്കലായിട്ടുമുള്ള സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് മെറ്റലർജി. The all scientific and technological steps involved in the extraction of a metal from its ore is called metallurgy. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അടുത്തത് സം മെറ്റൽസ് ആൻഡ് ദെയർ ഓർസ്. കുറച്ച് മെറ്റൽസും അതിൻ്റെ ഓർസുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്നായി റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ അലൂമിനിയം. 2 ഓറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബോക്സൈറ്റ്, ഒന്ന് കോളിനൈറ്റ്. ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, കോളിനൈറ്റ്. ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് വെച്ചാൽ Al2O3.XH2O. എക്സ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ്. അടുത്ത അലൂമിനിയത്തിൻ്റെ ഓറാണ് കോളിനൈറ്റ്. കോളിനൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല Al2OH2SI2O5. കെമിക്കൽ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം, അത് വൺ വേർഡ് ക്വസ്റ്റ്യനായി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എലമെൻറ്റ് അയൺ. അയണിൻ്റെ ഓർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്സ്. ഹേമറ്റൈറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല Fe2O3. മാഗ്നറ്റൈറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല Fe3O4. സിഡറൈറ്റിൻ്റെ FeCO3. അയൺ പൈറൈറ്റ്സിൻ്റെ FeS2. നെക്സ്റ്റ് എലമെൻറ്റ് കോപ്പർ. ഫസ്റ്റ് വൺ കുപ്രൈറ്റ്, കോപ്പർ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, മാലക്കൈറ്റ്. കുപ്രൈറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല Cu2O. കോപ്പർ പൈറൈറ്റ്സിൻ്റെ മോളിക്കുലർ ഫോർമുല CuFeS2. കോപ്പർ ഗ്ലാൻസിൻ്റെ മോളിക്കുലർ ഫോർമുല Cu2S. മാലക്കൈറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല CuCO3
CuOH ടോയ്സ്. ലാസ്റ്റ് എലമെൻറ്റ് സിങ്ക്. സിങ്കിൻ്റെ ഓർ ഏതൊക്കെയാണെന്ന് നോക്കാം. സിങ്കൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. സിങ്കിൻ്റെ മോളിക്കുലാർ ഫോർമുല ZnO, സിങ്ക് ബ്ലെൻഡിൻ്റെ മോളിക്കുലാർ ഫോർമുല ZnS, കലാമിൻ ZnCO3. ഈ കെമിക്കൽ ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. 1 വേർഡ് ക്വസ്റ്റ്യനായി ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തു കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.